എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതെ, സാറിന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര ഒരു വലിയ കാര്യമാണത്. പറഞ്ഞ പോലെ എന്താ പറയാ, സാറ് ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് സെറ്റില്. ആളെ കാണുമ്പോൾ നമുക്ക് പേടിക്കാവും, പക്ഷെ ഫസ്റ്റ് ചെയ്തോട്ട് ആള് ഭയങ്കര കൂളാ. സോ അതുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കി ചോദിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ആള് ഭയങ്കര പാവം മനുഷ്യനാണ്. ഭയങ്കര എന്താ പറയാ, താരജാടിയൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരാളാണ്. ആളെ ഈ പറഞ്ഞ പോലെ അവിടെ വന്നിരുന്ന് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ്. ഇനി ഇത് പറഞ്ഞ പോലെ ഇമോഷണൽ ഡ്രാമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് കണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലീശയായിട്ടുള്ളതാണ് ജിത്തു ജോസഫിൻ്റെ എല്ലാ പടം കാണുന്നുള്ള പടം. എൻ്റർടൈനറാണ്, യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ജിത്തു ജോസഫ് ടൈപ്പ് കാസ്റ്റ് ആവുകയാണ് ഇതിൽ മാത്രം, ത്രില്ലറിൽ മാത്രം ടൈപ്പ് കാസ്റ്റ്. അങ്ങനെ ആവാതെ ഒരു വെർസറ്റൈൽ ഡയറക്ടറായിട്ട് മാറണം. അഭിനയം നല്ലതാണ്, ബിജുമനായാലും എല്ലാവരും തന്നെ പെർഫോം ചെയ്യില്ല. ആക്ടിങ് വളരെ നല്ലതാണ്. പടം അങ്ങനെ ലാഗൊന്നുമില്ല. പക്ഷേ ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കണ്ടിരിക്കാം. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. ഒരു ക്രൈം കുറച്ച് മേർഡേഴ്സും ക്രൈമാണ് കാണിക്കുന്നത്. ടോക്സിക് പാരന്റിങ് കാണിക്കുന്നുണ്ട്, പലതും കാണിക്കുന്നുണ്ട്. ബിജുമേനെ കുറച്ച് നെഗറ്റീവായിട്ടൊക്കെ അഭിനയിക്കുന്നത്. പക്ഷേ നല്ല എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ലെനയാണെങ്കിൽ എല്ലാവരും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇതിപ്പോൾ സ്ഥിരം ജിത്തു ജോസഫിൻ്റെ പടത്തിൽ വരുന്ന മുഴുവൻ ത്രില്ലറാണ്. ആ ജോണറിൽ വിട്ട് വേറെ പല ജോണറിൽ ട്രൈ ചെയ്യാം. ഇത് മാത്രമാണ് ഇത് ത്രില്ലറാണെങ്കിലും ദൃശ്യത്തെ അത്രയും വരില്ല, എന്നാലും കണ്ടിരിക്കാം. ലാഗൊന്നുമില്ല. നല്ല പടം, നല്ല പടം. അല്ല, നമ്മൾ ജിത്തു ജോസഫ് എന്ന് പറയുമ്പോഴേ നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഒരു ഇന്റലക്ച്വൽ മൂവി എന്നൊക്കെ പറയുന്ന ക്ലൂസ് ഒക്കെ വെച്ചിട്ട് പരിപാടി കൊള്ളാം, നല്ല പരിപാടി. രണ്ടുപേരും സീസൺഡ് ആക്ടേഴ്സാണ്, അടിപൊളിയാണ്. ആസ് യൂഷ്വൽ രണ്ടുപേരും അവരുടെ റോള് അടിപൊളിയായിട്ട് ചെയ്തു. വളരെ നല്ലപോലെ അടിപൊളിയായിട്ട് പോരുന്നുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പടം പോകുന്നത്. എന്നാലും പെർഫോമൻസിൽ ബിജുമേനൻ തകർത്തിട്ടുണ്ട്. തകർത്തഭിനയിച്ചിട്ടുണ്ട് ബിജുമേനൻ്റെ അവസാനത്തെ സീനെ കുക്കുറിനായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രിമിനൽ ബുദ്ധി വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ജിത്തു ജോസഫിൻ്റെ. കുഴപ്പമില്ല, നല്ലൊരു ക്രൈം മൂവി, സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം മൂവിയാണ് കേട്ടോ. കുഴപ്പമില്ല. ബിജുമേനനാണ് നന്നായിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പെർഫോം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജുചേട്ടനാണെങ്കിലും എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. അത് പറയാൻ പറ്റില്ല, അത് മത്സരിച്ച് അഭിനയിച്ച ഇതാണ്. കഥ നന്നായിട്ട് സസ്പെൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ത്രില്ലർ മൂവിയാണ്. അതായത് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു തീമാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതിപ്പോൾ പോലീസാണെങ്കിലും എന്താണെങ്കിലും ഇതിൽ ബിജുമേനോൻ്റെ കഥാപാത്രം അതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മൾക്ക് നേരെ തിരിച്ചടി വരും എന്നുള്ളൊരു നല്ലൊരു സന്ദേശം കാണിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾ ഏത് തൊഴിലാണെങ്കിലും മാന്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്ന ഒരു. എന്തായാലും കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം. ആൻഡ് ബിജുമേനനും ജോജും ഓപ്പോസിറ്റ് വന്നുകൊണ്ട് അത് ഭയങ്കര നമ്മൾ പിടിച്ചു നിർത്തി. ആൻഡ് ഫ്രം സ്റ്റാർട്ടിങ് ടു ദി എൻഡ് മൂവി ഒട്ടും ലാഗ് അടിച്ചില്ല. ലാസ്റ്റ് വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാൻ. ലാസ്റ്റ് അവർ അടിപൊളിയായിട്ട് ലാസ്റ്റത്തെ ആ സീനെല്ലാം ഭയങ്കര അടിപൊളി. ട്വിസ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി ഓവറാക്കി ചാളാക്കിയില്ല. നല്ല അടിപൊളിയായിട്ട് ട്വിസ്റ്റ് ടു ദി എൻഡ് എൻ്റർടൈനിങ് ആയിട്ട്. നല്ല ത്രില്ലറായിരുന്നു. ജിത്തു ജോസഫിൻ്റെ പണ്ടത്തെ തൊട്ട് കണ്ടെക്കണം പോലത്തെ ആ ഒരു ഇതായിരുന്നു. ഫാമിലിയും ഇമോഷനും അങ്ങനെയൊക്കെ. ജോജുവും ബിജുമേനോനും നല്ല കോംബോ ആയിരുന്നു. ലാസ്റ്റ് വരെയും രണ്ടുപേരും കൂടി ഫേസ് ടു ഫേസ് അങ്ങനെയൊക്കെ നിന്ന് ഉണ്ട്. ലാസ്റ്റ് വരെയും നല്ല സസ്പെൻസ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് ഒക്കെ ആയിരുന്നു. അതെ, ഫാമിലിയും ഇമോഷനും അങ്ങനെയൊക്കെ ഉള്ള